ഹായ്, അങ്ങനെ വിഷു എടുക്കാറായി. വിഷുവിനായിട്ട് ഒരുപാട് സ്പെഷ്യൽ അടിപൊളി പടങ്ങൾ വരുന്നുണ്ട്. ഈ വിഷു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലരും ഇടുന്ന ഒരു ഹാഷ് ടാഗ് അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കും വിഷു ആകുമ്പോൾ പോസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ചില ഗ്രൂപ്പ്സൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ മീം പേജ്, ട്രോൾ ഗ്രൂപ്പ്. ഇപ്പോൾ എല്ലാ വർഷവും വിഷു വരുമ്പോൾ ഒരാൾ പടക്കം പൊട്ടിട്ട് ഓടുന്ന അയ്യോ വെച്ചാൽ ഉടനെ തന്നെ വീഡിയോ അത് വരും, അല്ലെങ്കിൽ മറ്റേ കണിക്കൊന്നയുടെ വീഡിയോ വരും. പക്ഷേ ഈ പടം വിഷുവായിട്ട് കിടിലം പടങ്ങൾ വരുന്നത്. എനിക്ക് പറയുന്നത് വിഷു വെടിക്കെട്ടിനുമായിട്ട് മറ്റേ അമിട്ടിന് തീ കൊടുത്താൻ വേണ്ടിയുള്ള ടൈപ്പ് പടങ്ങളാണ് ഇതാണ് വരാൻ പോകുന്നത് തോന്നുന്നു. അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി, മരണമാസ്. ഇത് എനിക്ക് ഈ പടങ്ങളെ കുറിച്ച് ഞാൻ പറയാം, നല്ല പഞ്ചുള്ള പടങ്ങൾ. കാരണം ഗുഡ് ബാഡ് അഗ്ലി ആക്ഷൻ കോമഡിയാണ്, പറയേണ്ട ആവശ്യമില്ല. മരണമാസം ആക്ഷൻ കോമഡിയാണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ ആലപ്പുഴ ജിംഖാന ബോക്സിങ് മൂവിയാണ്, എന്തായാലും പഞ്ചുണ്ട്. പിന്നെ വേറെ ബസൂക്ക ഗെയിം ത്രില്ലർ, അതിൻ്റെ അകത്ത് അടിപൊളി കൊറിയോഗ്രാഫിയൊക്കെ ഉള്ളതെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയുടെ ട്രെയിലർ കാണാൻ വേണ്ടി പോയി. ഞാൻ ഓൾറെഡി കണ്ടതാണ്, പക്ഷേ ഞാനൊരു തിരക്കുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ എന്തോ കണ്ടതാണ്, എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും രണ്ടാമത് കാണാൻ പോവാണ്. എനിക്ക് അന്നേരം കുറച്ച് എന്തൊക്കെയോ ഗ്ലിംസസ് കണ്ടായിരുന്നു, അത് വേറെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഏതായാലും ട്രെയിലർ ഇപ്പം ഞാൻ കാണാൻ വേണ്ടി പോവാണ്. ഏകദേശം 2 മിനിറ്റ് 1 സെക്കൻഡ് എന്ന ട്രെയിലറുണ്ട്. ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കും. ഇത് മറ്റേ ആദിത്യ രവീന്ദ്രൻ്റെ മറ്റേ മാർക്ക് ആൻ്റണി മറ്റേ പാട്ട് വരില്ലേ, പഴയ പാട്ട്. പുള്ളിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡയറക്ഷൻ ഇഷ്ടമൊന്നും, പഴയ റെട്രോ സോങ്സ് ഒക്കെ ഇട്ടിട്ട്. ஷைண்டோ இல்லது. இப்பதான் உங்க வரலாறு எடுத்து பார்த்தேன். நீ பெரிய வில்லன்னு கேள்விப்பட்ட. ஆனா என் கேம்ல நான் தாண்டா உனக்கு வில்லன். This is my fucking. സെൻസറും ചെയ്തിട്ടുള്ള. പക്ഷേ ഇതിൻ്റെ ഫോർമാറ്റ് മറ്റേ ലൂസിഫറിൽ എമ്പുരാനൊക്കെ എടുത്ത മറ്റേ ആനിമൽ ഫോർമാറ്റ് ഭയങ്കര വൈഡ് ഫ്രെയിമായിട്ടാണ് കാണിക്കുന്നത്. So sweet. கடிலம் பீஜோ அடிப்பொலி பேக்ரவுண்ட். எங்க அப்பாவை கார்ல இருந்து நடு ரோட்ல தள்ளி விட்டதே அவர்தான். தம் எனக்கா விட்டேன், சரக்கு என் வைஃப்காக விட்டேன், வயலன்ஸ் என் பையனுக்காக விட்டேன். ஆனா என் பையனுக்கு ஒண்ணுனா விட்டதை தொட்டுடானா. அடிப்பொலி கார்த்திகை தேவன் ஏகே வராரு வழி விடுறா. ஏகே வராரு வழி. ഓ 10 കിലോ കറി വേണം ബായ്. ഇരുങ്ക ബായ്. തിയേറ്റർ മറ്റേ വെടിച്ചില്ല കോട്ട, ആ ഒരു സംശയമില്ല. കാരണം ഇപ്പോഴത്തെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോഷനുള്ള സിനിമ അടിപൊളിയായിരുന്നു, അങ്ങനെയൊന്നും കേട്ടോ. சார் உங்க கார்டு மேல ஒரு 16 நம்பர் இருக்கும், அந்த 16 நம்பர் கொஞ்சம் சொல்றீங்களா சார்? നല്ലൊരു കോമഡി എന്റർടൈനർ ആയിരിക്കുന്നുണ്ട് സംഭവം. அவன் பயத்துக்கே பயம் காட்டுறவன். கை இருக்கும், கால் இருக்கும், மூக்கு இருக்கும், மொழி இருக்கும், ஆனா உயிர் பேட் பாய். ரொம்ப வருஷம் ஆச்சுல, ஐ மிஸ் யூ. അപ്പോൾ കുറച്ച് ആഡ്സൊക്കെ കളയാനുണ്ടാകുന്നത് ഞാൻ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ടായി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെയുള്ള അതായത് വളരെ വെറൈറ്റി ഇതിൻ്റെ വേറെ വീഡിയോ ഒക്കെ വന്നതായി വളരെ എന്താണ് ഒരു ആദിത്യ രവിചന്ദ്രൻ്റെ മാർക്ക് ആൻ്റണി സിനിമ കണ്ടവർക്ക് മനസ്സിലാവും പുള്ളിക്ക് ഏത് ലെവൽ ഡയറക്ടറാണ്. പുള്ളിയുടെ സിനിമകൾ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ സിനിമകളിലും പുള്ളി എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടർ, അത് റെട്രോ മ്യൂസിക്, പഴയ തമിഴ് സിനിമയുടെ മ്യൂസിക്കൊക്കെ പുള്ളി ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ എവിടെയൊക്കെ ഒരു കാർത്തിക് ഒരു സുബരാജ് സ്റ്റൈൽ ഈ പുള്ളി പിടിക്കുന്നുണ്ടാവുന്ന ഒരു സംശയമുണ്ട്.
കാർത്തിക് സുബ്രാജിൻ്റെ സിനിമകൾ അറിയാമല്ലോ, ഒരുപാട് കൾച്ചർ ഡൈവേഴ്സിറ്റീസ് ഇങ്ങനെ അതുകൊണ്ട് ഒരുപാട് കൾച്ചറായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു എന്നാണ് കാർത്തിക് സുബ്രാജ് സിനിമ എടുക്കാറ്. ഞാൻ കണ്ടിട്ടുള്ള കാർത്തിക് സുബ്രാജ് അങ്ങനെയാണ്. മറ്റേ ജിഗർദണ്ഡ, ഡബിൾ എക്സ്, ജിഗർദണ്ഡ 2 പാർട്ടുകളെല്ലാം അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ഇത് മറ്റേ തിയേറ്ററിൽ മറ്റേ എക്സ്പ്ലോഷൻ സ്ഫോടനമായിരിക്കും സിനിമ. അത് ട്രെയിലർ ഇത്രയും കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും തിയേറ്ററിൽ വേറെ ലെവലായിരിക്കും പടം കാണാൻ. അപ്പോൾ എന്തായാലും ഏത് പടം ആദ്യം കാണണമെന്ന് കൺഫ്യൂഷൻ. എല്ലാ പടത്തിനും ട്രെയിലർ കിട്ടുമല്ലോ. ഞാൻ ഇതിൻ്റെ ട്രെയിലർ മാത്രം കാണാനില്ല, കണ്ടത്. പക്ഷേ രണ്ടാമതൊന്നും കണ്ടിട്ട് ഒരു റിയാക്ഷൻ ആണെന്ന് എഴുതിയിട്ട് ഒന്ന് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് ആദ്യം പോകുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വിഷു പൊളിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ വർഷം ആവേശവും, വർഷങ്ങൾക്ക് ശേഷം പിന്നെ ജയഗണേശാണെങ്കിൽ ഈ വർഷം 4 സിനിമ ഗുഡ് ബാഡ് അഗ്ലി, ആലപ്പുഴ ജിംഖാന, മരണമാസ്, പിന്നെ ബസൂക്ക 5 മരണമാസ്, ആലപ്പുഴ ജിംഖാന, 4 എണ്ണം കേട്ടോ, 5 എണ്ണമൊന്നുമില്ല, വെറുതെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ട്രെയിലറിൽ കണ്ടിട്ടുള്ളവരെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഏത് സിനിമയ്ക്കാൻ പോകണമെന്ന് അതുകൂടി താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ചിലപ്പോൾ ആലപ്പുഴ ജിംഖാനയ്ക്ക് എനിക്ക് ആദ്യം പോകുന്നത്. കാരണം സം റീസൺസ് ഉണ്ട്, ഞാൻ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ട്രെയിലർ കണ്ടുള്ള ഇതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.